ദശാബ്ദത്തിനു മുൻപ് പരമോന്നത ഭരണഘടനാ കോടതി തിരസ്കരിച്ച ദേശീയ ജുഡീഷ്യൽ നിയമന കമ്മീഷൻ നിയമം പുനഃപരിശോധിക്കാനുള്ള സന്നദ്ധത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നവംബർ 26-ന് പ്രകടിപ്പിക്കുകയുണ്ടായി. സുപ്രീം കോടതി, ഹൈക്കോടതി എന്നിവയുടെ ചീഫ് ജസ്റ്റിസുമാർ, ഇതര ജഡ്ജിമാർ എന്നിങ്ങനെ ഉന്നത ജുഡീഷ്യറി നിയമനങ്ങൾ, സ്ഥലമാറ്റം എന്നിവ കൈകാര്യം ചെയ്യുന്ന കൊളീജിയത്തിനു പകരം NJSC സംവിധാനം നടപ്പാക്കണമെന്ന അഭിഭാഷകൻ മാത്യൂസ് നെടുമ്പറയുടെ അഭ്യർത്ഥനയോട് പ്രതികരിക്കുകയായിരുന്നു ചീഫ് ജസ്റ്റിസ്. 2015-ൽ NJSC സംബന്ധിച്ച പാർലമെന്റിന്റെ ഭരണഘടനാ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമെന്ന 4:1 ഭൂരിപക്ഷത്തിൽ സുപ്രീം കോടതി അസാധുവായി പ്രഖ്യാപിക്കുകയായിരുന്നു. ജഡ്ജിമാർ തന്നെ ജഡ്ജിമാരെ നിയമിക്കുന്ന കൊളീജിയം സംവിധാനത്തിൽ തങ്ങൾ പൂർണ്ണ തൃപ്തരല്ലെന്നും ജഡ്ജി നിയമന സംവിധാനം മെച്ചപ്പെടുത്തേണ്ടതുണ്ടെന്നും ജസ്റ്റിസ് JS ഖേഹർ ഭൂരിപക്ഷ വിധിയിൽ അന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഭരണഘടനയുടെ 99-ാം ഭേദഗതിയായിട്ടാണ് NJSC നിലവിൽ വന്നത്. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതികളിലെയും ജഡ്ജിമാരുടെ നിയമനം സംബന്ധിച്ച ഭരണഘടനാ അനുച്ഛേദം 124, 217 എന്നിവയിലാണ് ഭേദഗതികൾ കൊണ്ടുവന്നത്. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസുമായി ആലോചിച്ച് ജഡ്ജിമാരെ രാഷ്ട്രപതി നിയമിക്കുമെന്നതിനു പകരം NJSCയുടെ ശുപാർശ സ്വീകരിച്ച് നിയമനം നടത്തുമെന്നായിരുന്നു ഭേദഗതി. അനുച്ഛേദം 124 6-അംഗ NJSCയുടെ ഘടന നിർദ്ദേശിക്കുന്നു. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ്, ഏറ്റവും മുതിർന്ന മറ്റു 2 സുപ്രീം കോടതി ജഡ്ജിമാർ, യൂണിയൻ നിയമമന്ത്രി, 2 ശ്രേഷ്ഠ വ്യക്തിത്വങ്ങൾ എന്നിവർ ഉൾപ്പെട്ടതായിരിക്കും NJSC എന്ന നിയമം വ്യവസ്ഥ ചെയ്തിരുന്നു. NJSCയിലെ ഏതെങ്കിലും 2 അംഗങ്ങൾക്ക് കമ്മീഷൻ തീരുമാനത്തെ വീറ്റോ ചെയ്യാനുള്ള വിവാദ അവകാശവും നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരുന്നു. നിർദ്ദിഷ്ട NJSCയിലെ വീറ്റോ അധികാരം ഭരണഘടനാ കേസുകളിൽ മിക്കതിലും പ്രധാന കക്ഷിയായ യൂണിയൻ നിയമമന്ത്രിയുടെ കമ്മീഷനിലെ സാന്നിധ്യം, വിശിഷ്ട വ്യക്തികളുടെ യോഗ്യതകൾ സംബന്ധിച്ച നിയമത്തിലെ അവ്യക്തത തുടങ്ങിയ പല ഘടകങ്ങളും ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയ്ക്ക് വിരുദ്ധവും ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതുമാണെന്ന് സുപ്രീം കോടതിയുടെ ഭൂരിപക്ഷ വിധി വിലയിരുത്തുന്നു. വിശിഷ്ട വ്യക്തികളുടെ തിരഞ്ഞെടുപ്പ് അവരെ നിയോഗിക്കുന്നവരുടെ സ്വേച്ഛാനുസൃതമായിരിക്കുമെന്നതും വിധിയെ നിർണായകമായി സ്വാധീനിച്ചിരുന്നതായി കാണാം. NJSCയുടെ യോഗം വിളിച്ചു ചേർക്കാനുള്ള അവകാശം സർക്കാർ സെക്രട്ടറിയിൽ നിക്ഷിപ്തമാണെന്നിരിക്കെ അതിന്റെ നിയന്ത്രണം യഥാർത്ഥത്തിൽ എക്സിക്യൂട്ടീവിൽ നിക്ഷിപ്തമാണെന്നും വിധി വിലയിരുത്തുകയുണ്ടായി. 5-അംഗ ബെഞ്ചിൽ ജസ്റ്റിസ് ചെലമേശ്വർ ഭൂരിപക്ഷ വിധിയോട് പൂർണ്ണമായും വിയോജിക്കുമ്പോൾ രാഷ്ട്രീയ എക്സിക്യൂട്ടീവിന്റെ ഇടപെടലിൽ തനിക്കുള്ള ആശങ്കകൾ ജസ്റ്റിസ് കുര്യൻ ജോസഫ് മറച്ചുവെച്ചിരുന്നില്ല. അവ പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്ന സമീപനമാണ് അന്ന് ജസ്റ്റിസ് ജോസഫ് അവലംബിച്ചിരുന്നത്. എന്നാൽ പിൽക്കാലത്ത് NJSC നിരാകരണത്തിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുകയുണ്ടായി എന്നതും ശ്രദ്ധേയമാണ്. NJSC ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിച്ച സുപ്രീം കോടതി ആ തീരുമാനം പുനഃപരിശോധിക്കാനുള്ള സന്നദ്ധത ഇപ്പോൾ പ്രകടിപ്പിച്ചിരിക്കുന്നത് ഏറെ കരുതലോടെയായിരിക്കണം നിയമവൃത്തങ്ങളും പൗരസമൂഹമാകെ തന്നെയും വീക്ഷിക്കുന്നത്. NJSC നിയമം പലരും കരുതുന്നത് പോലെയും പ്രചരിപ്പിക്കുന്നത് പോലെയും 2014-ൽ അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന BJP NDA സർക്കാരിന്റെ സംഭാവനയല്ല. മറിച്ച് രാജ്യത്തെ ജുഡീഷ്യൽ സംവിധാനത്തെ സ്വതന്ത്രവും സ്വയംഭരണാവകാശവുമുള്ള നീതിന്യായ സംവിധാനമായി പരിഷ്കരിക്കാൻ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നടന്നുവന്ന ബഹുമുഖ പരിശ്രമങ്ങളുടെ തുടർച്ചയാണ്. 2014-ന് മുൻപ് UPA ഭരണത്തിൽ തന്നെ NJSC രൂപീകരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി തയ്യാറായിരുന്നു. പൊതു തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്ന മോഡി സർക്കാരിനാണ് അത് പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസാക്കിയെടുക്കാനുള്ള അവസരം ലഭിച്ചതെന്ന് മാത്രം. നരേന്ദ്രമോദിയുടെ സ്വേച്ഛാധിപത്യ ഭരണത്തിൽ NJSC വീണ്ടും ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇനിയും ജനങ്ങൾക്ക് വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ജുഡീഷ്യറി എന്ന ഭരണഘടനാ സ്ഥാപനത്തിന്റെ ഭാവി എന്തായിരിക്കുമെന്ന ആശങ്ക അസ്ഥാനത്തല്ല. രാജ്യത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റ്, ആ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ നിഷ്പക്ഷവും സ്വതന്ത്രവുമായി മുന്നോട്ട് നയിക്കേണ്ട തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടങ്ങി ഭരണഘടനാ സ്ഥാപനങ്ങളുടെ സ്വാതന്ത്ര്യവും പ്രവർത്തനക്ഷമതയും സുതാര്യതയും ഇത്രയേറെ വെല്ലുവിളിക്കപ്പെട്ട മറ്റൊരവസരവും ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ചരിത്രത്തിൽ വേറെ ഉണ്ടാകില്ല. ജുഡീഷ്യറിയിൽ തന്നെ പല തലത്തിലും വിധത്തിലുമുള്ള അഴിമതിയും പക്ഷപാതിത്വവും തലയുയർത്തുന്നതിന്റെ ദൃഷ്ടാന്തങ്ങൾ അപൂർവമല്ലാതായിരിക്കുന്നു. രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിൽ ഉപവിഷ്ടരായിരുന്നവർ അവർ ഇരുന്നരുളിയ ഉന്നത പീഠങ്ങളുടെ ചൂടകലും മുൻപ് പദവികൾക്കും സാമ്പത്തിക നേട്ടങ്ങൾക്കും പിന്നാലെ എല്ലാ ധാർമ്മിക കപട നാട്യങ്ങളും ഉപേക്ഷിച്ച് ഭരണകക്ഷിയുടെ പാളയത്തിൽ അഭയം പ്രാപിക്കുന്നത് രാജ്യം ഞെട്ടലോടെയും അവിശ്വാസത്തോടെയുമാണ് വീക്ഷിക്കുന്നത്. അത്തരത്തിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നീതിന്യായ വ്യവസ്ഥയുടെ അന്തസ്സും ആധികാരികതയും വിശ്വാസ്യതയും വീണ്ടെടുക്കാൻ ഉതകുന്ന ഒരു പുനഃപരിശോധനയായിരിക്കും ദേശീയ ജുഡീഷ്യൽ നിയമന നിയമത്തെപ്പറ്റി ഉണ്ടാവുകയെന്ന പ്രതീക്ഷയിലാണ് രാജ്യം സുപ്രീം കോടതിയെയും ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിനെയും ഉറ്റുനോക്കുന്നത്.